ഹായ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബയോഡൈവേഴ്സിറ്റി എന്നുള്ള സെക്ഷനാണ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അധികം ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ആകെ DRDO ഒരു സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ DRDO ISR ഒന്നുകൂടെ ISR എടുത്തിട്ടില്ല, DRDO ISR എടുത്തൊരു ക്ലാസ് എടുക്കാം. അപ്പം നമുക്ക് ഇന്നെന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ നമ്മുടെ സിലബസിനകത്ത് ഒരു സെക്ഷനാണ്. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 4 ഡിവിഷൻ ഉണ്ട്. അതിനകത്ത് ഒരു സെക്ഷനാണ് ഈ പറഞ്ഞിട്ടുള്ള DRDO ISROയുടെ ഒരു സെക്ഷൻ. അടുത്തൊരു സെക്ഷനാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനകത്ത് വരുന്നതാണ് എന്ത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്നൊരു സെക്ഷനെ. നോക്കിയാൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളത് നമുക്ക് NCERTയുടെ ഒരു ചാപ്റ്റർ ഉണ്ട് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ. അതിന് അധികം ഒന്നുമില്ല, ഡീറ്റെയിൽസ് ഒന്നുമില്ല, വളരെ കുറച്ച് സംഭവങ്ങൾ അതിനകത്തുള്ളൂ. പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള സെക്ഷൻ പഠിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയോ? ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചാണ് ഈ സംഭവം. +1 +2 ഒക്കെ പഠിക്കുന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ നോക്കിയാൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എർത്തിലുള്ള മൊത്തം ഓർഗാനിസത്തിന്റെയും ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന്റെ ഇടയ്ക്കുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഒക്കെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. വെച്ചാൽ എല്ലാവരും വരും. ഈ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ മൈക്രോ തൊട്ട് ഏറ്റവും വലിയ സംഭവം വരെ വരുന്നതാണ്. അവർക്ക് ഇടയിലുള്ള ഡൈവേഴ്സിറ്റിയാണ്, ആ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. അല്ലേ, മനസ്സിലായോ? ജൈവ വൈവിധ്യം എന്ന് വിളിക്കുന്ന സംഭവമാണ് ഈ ബയോഡൈവേഴ്സിറ്റി. അപ്പൊ നോക്കിയോ, ഈ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വേർഡ് കറക്റ്റ് കേൾക്കുക. ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വേർഡ് കോയിൻ ചെയ്തതാണ് അവര്. നമ്മുടെ വാൾട്ടർ ജി റോസൻ ആണ്. എന്ത്? വാൾട്ടർ ജി റോസൻ എന്നുള്ള ആളാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വേർഡ് കോയിൻ ചെയ്യുന്നത് പുള്ളിയാണ്. പക്ഷേ ഈ പറഞ്ഞ എഡ്വേർഡ് വിൽസൺ ആണ് ബയോഡൈവേഴ്സ് എന്നുള്ള ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ബയോഡൈവേഴ്സ് എന്നുള്ള വേർഡ് കോയിൻ ചെയ്യുന്നത് ആരാണ്? വാൾട്ടർ ജി റോസൻ ആണ്. ബയോഡൈവേഴ്സ് എന്നുള്ള ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എഡ്വേർഡ് വിൽസൺ ആണ് എന്ന് ഓർത്തിരിക്കുക. തെറ്റിക്കരുത്. വാൾട്ടർ ജി റോസന്റെ കാര്യം ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ എഡ്വേർഡ് വിൽസന്റെ പേര് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഓർത്തിരിക്കുക. ഈ പുള്ളിയാണ് എന്ത് ചെയ്തത്? ബയോഡൈവേഴ്സ് എന്നുള്ള ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്തത് എഡ്വേർഡ് വിൽസൺ ആണ്. ബയോഡൈവേഴ്സ് എന്നുള്ള വേർഡ് കോയിൻ ചെയ്തത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള വാൾട്ടർ റോസൻ ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ എന്താ ഐഡിയ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഫുൾ സ്പീച്ചസ് ഇതിന്റെ അകത്ത് വരും. അവരെയാണ് നമ്മൾ ഈ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനിയും ഈ ഡൈവേഴ്സിറ്റിയുടെ ടൈപ്സ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. 3 ടൈപ്പ് ഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ എർത്തിലുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ജനറ്റിക് ഡൈവേഴ്സിറ്റി. എന്താണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, എക്കോളജിക്കൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ജനറ്റിക് ഡൈവേഴ്സിറ്റി ആണ്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്നാണ് കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് ലെവൽ അല്ലെങ്കിൽ DNA ലെവലിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഈ പറഞ്ഞ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ആ ജനറ്റിക്കലി അതിന് ഭയങ്കര മോഡിഫിക്കേഷൻ ഉള്ള പല 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 സ്പീഷീസും കാണും കേട്ടോ. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി. തെറ്റിക്കല്ല, മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ ലെവലിൽ തന്നെ വരുന്ന വ്യത്യാസത്തെയാണ് എന്ത് വിളിക്കുന്നത്? ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ പ്ലാന്റിന്റെ പേരാണ് കേട്ടോ. ഇതൊരു മെഡിക്കൽ പ്ലാന്റ് ആണ്. ഈ റോൾഫിയ വൊമിറ്റോറിയ എന്നുള്ള മെഡിക്കൽ പ്ലാന്റ്, റോൾഫിയ വൊമിറ്റോറിയ എന്നുള്ള മെഡിക്കൽ പ്ലാന്റ് ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ്. അത് കുറെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? റോൾഫിയ വൊമിറ്റോറിയ എന്നുള്ള മെഡിക്കൽ പ്ലാന്റ് നോക്കിയിരിക്കുക. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് ലെവലിലുള്ള ഡൈവേഴ്സിറ്റി ആണെന്ത്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഭവം? ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല. അപ്പം വെസ്റ്റേൺ ഗാസിലുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഗാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. എന്താ സംഭവം? ആ വെസ്റ്റേൺ ഗാസിലുള്ള പല പല സ്പീഷീസ്, അതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. കുറേ ഏറെ സ്പീഷീസ്, അതിന്റെ ഡൈവേഴ്സിറ്റിയാണ് ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഓർഗാനിസം അല്ലെങ്കിൽ ഒരു സെയിം ക്ലാസ്സിലുള്ള ആൾക്കാരിനകത്ത് തന്നെ എന്ത് വരികയാണ്? ജനറ്റിക്കലി വേരിയേഷൻ വരുന്നതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള സ്പീഷീസ് റിച്ച്നെസ് കാരണം വരുന്ന ഡൈവേഴ്സിറ്റി ആണെന്ത്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതെന്താണ്? അടുത്താണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സംഭവം. ഞാൻ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയുമ്പോൾ അവിടെ ഹിമാലയ ഉണ്ട്, പ്ലേറ്റ്യൂ ഉണ്ട്, നമ്മുടെ ഇപ്പോഴത്തുള്ള പീഠഭൂമി ഉണ്ട്, വെസ്റ്റേൺ ഗാസ് ഉണ്ട്, ഈസ്റ്റേൺ ഗാസ് ഉണ്ട്, അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വീഡനെ കേസ് കൺസിഡർ, സ്വീഡനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി കൂടുതലാണ്.
നമ്മൾ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഇന്ത്യയുടെ എക്കോ സിസ്റ്റം അല്ലെങ്കിൽ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി കൂടുതലാണ്. ഇതാണ് ഇപ്പൊ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതിന്റെ ടൈപ്സ് ആണ് കേട്ടോ. എന്തൊക്കെയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, എക്കോളജിക്കൽ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റോൾഫിയ വൊമിറ്റേറിയ എന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ പ്ലാന്റിന്റെ പേര് ഓർത്തിരിക്കുക. ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിട്ടുള്ള പൂവ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ടൈപ്പ് എന്നുള്ള സംഭവം. ഇത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിനകത്ത് പറയുന്നത് പറഞ്ഞാൽ നമ്മളിപ്പം ഫുൾ എർത്തിലുള്ള മൊത്തം ആനിമൽ സ്പീഷീസിനെ എടുത്താൽ, എല്ലാ ആനിമൽസിനെയും കൂടെ എടുത്താലും ഇപ്പൊ ഒരു 10 ആനിമലുകൾ നിങ്ങൾ എടുത്താൽ അതായത് 7 എണ്ണവും ഇൻസെക്ട്സ് ആയിരിക്കും നോക്കിയിരിക്കുക കേട്ടോ. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ഇൻസെക്ട്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആനിമൽ സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസെക്ട് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 7 മില്യൺ സ്പീഷീസ് ഉണ്ട് എന്നാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പറയുന്ന ഒരു 1.5 മില്യൺ എന്നാണ് പറയുന്നത്. പക്ഷെ ജോൺ മെയ് എന്നൊരാൾ പറയുന്നത് ഇതിനകത്ത് 7 മില്യന്റെ അടുത്ത് സ്പീഷീസ് ഇവിടെ ഉണ്ട് എന്ന് ടെക്സ്റ്റിലുള്ള ജോൺ മെയ് എന്നുള്ള പേര് ജോൺ മെയ് പുള്ളിയാണ് പറയുന്നത്. 7 മില്യന്റെ അടുത്ത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മുടെ വേൾഡിൽ ഉണ്ട് എന്ന് പറയുന്ന ആരാണ്? ജോൺ മെയ് എന്നുള്ള ഒരാളാണ് നോക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇതിന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. ഇനി നോക്കിക്കോളൂ, അടുത്തൊരു സംഭവമാണെന്ത്? ഈ റെഡ് ഡേറ്റ ബുക്ക് എന്നുള്ള ഒരു ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് എന്നാണ് ഇതിന്റെ പേര്. ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് IUCN ഫുൾ ഫോമേ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇത് ഫ്രാൻസിൽ ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ്. തെറ്റിക്കരുത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് റെഡ് ഡേറ്റ ബുക്ക് എന്നൊരു ഐഡിയ കൊണ്ടുവരുന്നത്. ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? നമ്മുടെ എക്സ്റ്റിങ്ഷൻ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന എന്താണ് ഓർഗാനിസത്തിന്റെ പേര്. ഇതിപ്പോ ട്രീസ് ആണെങ്കിലും ആനിമൽസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ റെഡ് ഡേറ്റ ബുക്കിലുള്ളത് എന്താണ്? നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ സംഭവങ്ങളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ് എന്ത്? നമ്മുടെ റെഡ് ഡേറ്റ ബുക്ക്. ആരാണ് ഇത് കൊണ്ടുവന്നത്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ആ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്ന ഫ്രാൻസിലാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ് നോക്കിയിരിക്കുക കേട്ടോ. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് റെഡ് ഡേറ്റ ബുക്ക് കൊണ്ടുവന്നത് അവരാണ് നോക്കി. എന്താ പറഞ്ഞത്? എക്സ്റ്റിങ്ക്ട് ആകാൻ സാധ്യതയുള്ള ജീവികളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഉള്ള ഒരു ബുക്കാണ് ഈ റെഡ് ഡേറ്റ ബുക്ക് കേട്ടോ. ഇതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പഠിക്കണ്ട. കേരളത്തിൽ നിന്ന് റെഡ് ഡേറ്റ ബുക്കിൽ ആരൊക്കെ ഉണ്ടെന്ന് തൽക്കാലത്തിന് പഠിക്കുക കേട്ടോ. കാരണം നമ്മൾ ഇന്ത്യയിലാണ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് റംസാർ സൈറ്റ്സ് ഒരു സാധനമുണ്ട് വെറ്റ്ലാൻഡിനകത്ത്. അപ്പൊ ആ റംസാർ സൈറ്റ്സിന്റെ പേരെല്ലാം കൂടെ മിക്സ് ആയിപ്പോ. അതുകൊണ്ട് കേരളത്തിലുള്ള എന്തൊക്കെയാണ് നമ്മുടെ റെഡ് ഡേറ്റ ബുക്കിലുള്ളതെന്ന് പഠിക്കാം. ഒന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ വരയാടുണ്ട്, സിംഹവാലൻകൂരമുണ്ട്, മലമുഴക്കി വേഴാമ്പലുണ്ട്. ഇവര് 3 പേരുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ വരയാടുണ്ട്, സിംഹവാലൻകൂരമുണ്ട്, മലമുഴക്കി വേഴാമ്പലുണ്ട്. പിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് അശോക വൃക്ഷമുണ്ട്, മലബാർ വെരുകുണ്ട്, പിന്നെ മരമഞ്ഞൾ എന്നൊരു സംഭവം മരമഞ്ഞൾ. അപ്പൊ ഇത്രയുമാണ് എന്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് റെഡ് ഡേറ്റ ബുക്കിലുള്ളത്. ആരൊക്കെയാണ്? ഒന്ന് അശോക വൃക്ഷമുണ്ട്, നമ്മുടെ മരമഞ്ഞളുണ്ട്, പിന്നെ മലബാറിലെ വെരുകുണ്ട്, പിന്നെന്താണ് നമ്മുടെ മലമുഴക്കി വേഴാമ്പല്, വരയാടുണ്ട്. ഇത്രയും പേരൊക്കെയാണ് എവിടെയുള്ള നമ്മുടെ റെഡ് ഡേറ്റ ബുക്കിലുള്ളത് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലേ അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണെന്നാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സ്റ്റിങ്ക്ട് ആകാൻ സാധ്യതയുള്ളത് എന്നുകൊണ്ട് ഞാൻ പറയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുറെ എക്സ്റ്റിങ്ക്ട് ആയി പോയ കുറെ ഓർഗാനിസംസ് അല്ലേ. നമ്മുടെ ഡോഡോ എന്നൊരു കിളി ഉണ്ടായിരുന്നു. ഡോഡോ എന്നൊരു കിളി ഉണ്ടായിരുന്നു അല്ലെ. മൗറീഷ്യസിലുള്ളതായിരുന്നു ഈ ഡോഡോ ഉണ്ടായിരുന്നു. പിന്നെന്താണ്? സഞ്ചാരിപ്രാവ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ USA ഉണ്ടായിരുന്ന ഈ സഞ്ചാരിപ്രാവ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റെല്ലർ സീകൗ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഡോഡോ ഉണ്ടായിരുന്നു, സഞ്ചാരിപ്രാവ് ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റെല്ലർ സീകൗ ഉണ്ട്. ക്വാഗ് എന്നൊരു സാധനമുണ്ട്. ക്വാഗ് ഇത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയാണ് ഈ ക്വാഗ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഡോഡോ ഒക്കെ എല്ലാവർക്കും അറിയാം. ഡോഡോ എന്ന് പറയുമ്പോൾ മൗറീഷ്യസ് ആണെന്ന് ഓർത്തിരിക്കുക. സഞ്ചാരിപ്രാവ് എന്ന് പറയുമ്പോൾ അമേരിക്കയാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെല്ലർ സീക്കോ എന്നൊരു സംഭവമുണ്ട്. ക്വാഗ് എന്നൊരു ജീവിയാണ്. അതായത് ആഫ്രിക്കയിൽ നിന്ന് എക്സ്റ്റിങ്ക്ട് ആയി പോയ ജീവിയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെന്ന് പറയുമ്പോൾ റെഡ് ഡേറ്റ ബുക്ക് ഞാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതേ ഉള്ളേ. നമ്മൾ ഇനി പറയാൻ പോകുന്ന പറഞ്ഞാല് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി ലോസ് ആകാനുള്ള റീസൺസ് ആണ്, കോസസ് ഓഫ് ലോസ്.
ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ റെഡ് ഡേറ്റ ബുക്ക് ഒക്കെ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കുറെ ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്ട് ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ കോസസ് പഠിക്കുക. എന്തൊക്കെയാണ് ഇത് പഠിക്കാണെന്നല്ല, ജസ്റ്റ് പോയിന്റ് ചെറിയ കാര്യം ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ചോദിച്ചാൽ അവർ ചോദിക്കാവുന്നതുകൊണ്ടാണ്. ഇനി കോസസ് നോക്കിയോ. കോസസ് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനുള്ള റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും കാരണം ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകും. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഒരു വലിയ ലാൻഡിനെ ഇവർ ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആക്കുമ്പോൾ എന്തോ പറ്റും, അവിടെ ജീവിച്ചിരിക്കുന്ന ജീവികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കേണ്ടി വരും അല്ലേ? അവർക്ക് മനസ്സിലായല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു എൻവയോൺമെന്റ് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടത്തിനുണ്ട്. ബയോഡൈവേഴ്സിറ്റി ലോസ് ആകാനുള്ള ഒരു റീസൺ ആണ് ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും. അത് ഫസ്റ്റ് വൺ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ഇൻക്രീസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തൊരിക്കുന്ന സംഭവം ഈ മനുഷ്യൻ കാണുന്ന കാടും മലയെല്ലാം വെട്ടി നശിപ്പിക്കുന്നതാണ് സംഭവം. അതാണ് ഇൻക്രീസ് എക്സ്പ്ലോയിറ്റേഷൻ കാരണം ബയോഡൈവേഴ്സിറ്റി ലോസ് ആകുന്നുണ്ട്. ഇത് നോക്കിയിരിക്കുക. ഈ പറഞ്ഞ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളിപ്പോ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇല്ലാത്തൊരു ജീവിയെ കൊണ്ടുവന്ന് ഒരിടത്ത് കൊണ്ട് ഇടുക. അപ്പൊ അത് എന്ത് പറ്റും? അത് കാരണം ഈ പറഞ്ഞ ആ ഓൾറെഡി ഉണ്ടായിരുന്ന ഹാബിറ്റാറ്റിലെ അവിടെ വർഷങ്ങളായിട്ട് നിന്നുകൊണ്ടിരുന്ന ജീവികളെ ഈ പറഞ്ഞ പുതിയ ഏലിയൻ ജീവി കാരണം എന്ത് പറ്റും? അത് നശിച്ചു പോകും. അപ്പൊ അതാണ് ഈ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാല്. അതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ വിക്ടോറിയ ലേക്കിൽ കൊണ്ടുപോയി നൈൽ പെർച്ചിനെ കൊണ്ടിടും. വിക്ടോറിയ ലേക്കിൽ നൈൽ പെർച്ചിനെ കൊണ്ടിടുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ സിച്ചിൽഡ് എന്നുള്ള ഫിഷ് നശിച്ചു പോകും കേട്ടോ. അതാണ് ഈ സിച്ചിൽഡ് എന്നുള്ള ഫിഷ് നൈൽ പേർച്ചിനെ കൊണ്ടുപോയി വിക്ടോറിയ ലേക്കിൽ ഇടുന്ന കാരണം നശിച്ചു പോയതാണ് എന്ത്? ഈ സിച്ചിൽഡ് എന്നുള്ള ഫിഷ് കേട്ടോ. തെറ്റിക്കരുതേ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ ഹയാൻ ഉണ്ടല്ലോ, വാട്ടർ ഹയാൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏലിയൻ സ്പീഷീസ് ആണ് കേട്ടോ. വാട്ടർ ഹയാൻ എന്ന് പറഞ്ഞാൽ ഒരു ഏലിയൻ സ്പീഷീസ് ആണ്. അപ്പൊ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിന്റെ ഒരു റീസൺ ആണ്. ഇനി ലാസ്റ്റ് വൺ ആണത് കോ എക്സ്റ്റെൻഷൻ. ഇത്രയേ ഉള്ളൂ. ഒരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച കുറെ ജീവികൾ കാണും അല്ലേ? അപ്പൊ ആ ഒരു പുള്ളി നശിച്ചു പോയി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ജീവികളും എന്ത് പറ്റും? അതും എക്സ്റ്റെൻഡ് ആയി പോകും. അപ്പൊ അതും എന്ത് തന്നെയാണ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകാനുള്ള റീസൺ ആണ്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന് ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും ആണ് എന്ത്? അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കിന്. സെക്കൻഡ് വൺ എന്താണ്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, അതാണ് സെക്കൻഡ് വൺ. പിന്നെന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്നൊരു സംഭവം ഉണ്ട്. ലാസ്റ്റ് വൺ ആണ് നമ്മൾ ഈ പറഞ്ഞ കോ എക്സ്റ്റിങ്ഷൻ കാരണം എന്ത് പറ്റാം? ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി നഷ്ടമാകാൻ സാധ്യതയുള്ളതാണ്. തെറ്റിക്കരുതേ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നോക്കിയിട്ട് ക്ലിയർ തരട്ടെ. ഇത്രയല്ല, ഇത് കഴിഞ്ഞിട്ടൊരു സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എന്നാലും തീരത്തുള്ളതേ. ഇനി നോക്കിക്കോളൂ. ഇനി നമുക്ക് ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസേർവ് ചെയ്യാൻ നോക്കാം. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ്സ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. കറക്റ്റ് കേൾക്കുക. നോക്കി, നമുക്ക് രണ്ട് രീതിയിൽ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യാം. രണ്ട് രീതിയിലാണ് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷൻ. എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. എന്തൊക്കെയാണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്, എക്സിറ്റു കൺസർവേഷൻ ഉണ്ട്. ക്ലിയർ ആണോ? ഇൻസിറ്റു ഇൻസൈറ്റ് ഓൺസൈറ്റ് നോക്കാം. അത് ഇൻസിറ്റു പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരെ കൺസേർവ് ചെയ്യുന്നതാണ് എന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. ക്ലിയർ ആണോ? ഇൻസിറ്റു പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ ആ ഒരു ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസിറ്റു കൺസർവേഷൻ ആണ്. മനസ്സിലായോ? എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്യുന്നത്? അവനെ അപ്പൊ അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു ജീവിയെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനെ എന്ത് ചെയ്യും? അവിടുന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് പ്രൊട്ടക്ട് ചെയ്യും. അതാണ് എന്ത്? ഈ പറഞ്ഞ എക്സിറ്റു കൺസർവേഷൻ. കേട്ടോ, തെറ്റിക്കരുത്. അതാണ് ഇൻസിറ്റുവും എക്സിറ്റു എന്ന് പറഞ്ഞാലേ. അപ്പൊ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർച്ച്, ബയോസ്ഫിയർ റിസർവ്, അതുപോലെ കാവ്, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ കാര്യം? ആ ഇരുന്ന ഒറിജിനൽ സൈറ്റിൽ തന്നെ വെച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. എന്തൊക്കെയാണ്? നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, നാഷണൽ പാർക്ക് ഉണ്ട്, ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്, കാവ് ഉണ്ട്, കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? നമ്മുടെ കാശിരംഗയാട്ടോ. കാശിരംഗയാണ് എന്ത്? ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഹെമിസ് ആണ്. ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാശിരംഗ നാഷണൽ പാർക്ക് ആണ്. ഇനിയും നമ്മുടെ കേരളത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് എന്ത്? നമ്മുടെ
കടലുണ്ടി കേട്ടോ. കടലുണ്ടി എന്ന് പറഞ്ഞാൽ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലുള്ള കമ്മ്യൂണിറ്റി റിസർവ് ആണ്. ഈ പറഞ്ഞ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കമ്മ്യൂണിറ്റി റിസർവും ബയോസ്ഫിയർ റിസർവ് കാവ് ഇതെല്ലാം എന്ത് ടൈപ്പ് കൺസർവേഷൻ ആണ്? ഇൻ സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ, തെറ്റിക്കരുത്. ബയോസ്ഫിയർ റിസർവ് എന്നുള്ള സെക്ഷൻ എപ്പോഴും നമുക്ക് പഠിക്കാം കേട്ടോ. കാര്യം കുറെ പ്രോട്ടോകോൾസ് ഒക്കെ പഠിക്കാനുള്ള അതിൻ്റെ അകത്ത്. അപ്പൊ ഇതാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ പറഞ്ഞ നമ്മുടെ കേരളത്തിലുള്ള ബയോസ്ഫിയർ റിസർവ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള അഗസ്ത്യാർമലയും നീലഗിരിയും കേട്ടോ. കേരളത്തിലുള്ള ബയോസ്ഫിയർ റിസർവ്സ് ആണ് നമ്മുടെ അഗസ്ത്യാർമലയും നീലഗിരിയും നോക്കിയിരിക്കുക. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഹോട്ട്സ്പോട്ടിന്റെ കാര്യം പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് എക്സിറ്റുവിനെ കുറിച്ചുള്ള പറഞ്ഞു നോക്കി. ഇനിയുള്ളത് എന്താണ്? എക്സിറ്റു കൺസർവേഷൻ ആണ്. എന്താണ്? അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ വേറൊരു ഹാബിറ്റാറ്റിൽ കൊണ്ട് താമസിക്കുന്നതാണ് എന്ത് നമ്മുടെ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മുടെ സൂവ ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്സ്, ഇതൊക്കെ എന്താണ്? അതൊക്കെ എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ, തെറ്റിക്കരുതേ. അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മള് എന്തൊക്കെയാ പറഞ്ഞത് ഇത്ര നേരമായിട്ട്? നമ്മൾ പറഞ്ഞു വാട്ടർ ജി റോസൻ ആണ് ബയോഡൈവേഴ്സ് എന്നുള്ള വേർഡ് കോയിൻ ചെയ്ത്, പക്ഷെ ആ വേർഡ് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് എഡ്വേർഡ് വിൽസൺ ആണെന്ന് ഓർത്തിരിക്കുക. ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്തൊക്കെയാണ്? ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട് നോത്തിരിക്കുക. എന്താണെന്ന് മാത്രം അറിയാം കേട്ടോ. ഇനി റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നൊരു ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്ന ഒരു ബുക്കാണ് ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ. എന്താണ്? ഇവിടുന്ന് എക്സ്റ്റെൻഡ് ആയി പോകാൻ സാധ്യതയുള്ള കുറെ ജീവികളുടെ ഒരു ലിസ്റ്റ് ആണ് ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാല്, തെറ്റിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിന് കാരണമാകുന്ന കോസസ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ? ഒന്ന് ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും ആണ്. സെക്കൻഡ് വൺ എന്താണ്? ഇൻക്രീസ് എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്നൊരു സംഭവം, പിന്നെ കോ എക്സ്റ്റൻഷനും ആണ്. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ ആണ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഇൻസിറ്റു കൺസർവേഷനും സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എക്സിറ്റു കൺസർവേഷൻ ആണ്. ഇൻസിറ്റു പറഞ്ഞാൽ ഓൺ സൈറ്റിൽ അതിനെ കൺസർവ് ചെയ്യും. എക്സിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആ ഒരു ജീവികളെ കൺസർവ് ചെയ്യുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. നമ്മൾ പറഞ്ഞു ഹെമിസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, കാശിരംഗയാണ് ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി നോക്കിയിരിക്കുക. ഈ പറഞ്ഞ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലുള്ളതാണ്. നമ്മുടെ ഒരു ബയോസ്ഫിയർ റിസർവ് രണ്ടെണ്ണം, അഗസ്ത്യാർകൂടവും നീലഗിരിയും കേരളത്തിലുള്ള ബയോസ്ഫിയർ റിസർവ്സ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി എക്സിറ്റു കൺസർവേഷൻ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സൂവും ജീൻ ബാങ്കും നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഒക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ എക്സിറ്റു കൺസർവേഷൻ ആണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, ഇന്ന് നമ്മൾ പറയേണ്ട ഒരു സംഭവമാണ് ഈ ഹോട്ട്സ്പോട്ട്സ് എന്നൊരു സാധനമുണ്ട്. എന്താ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം ഇതാണ്. ഭയങ്കരമായിട്ട് സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അതൊരു ഹോട്ട്സ്പോട്ടിൽ വരും. ഭയങ്കര സ്പീഷീസ് റിച്ച്നെസ് ഉള്ള ഏരിയാസ് ഈ ഹോട്ട്സ്പോട്ടിൽ വരും. അത് മാത്രമല്ല, ഹോട്ട്സ്പോട്ട് വരാനുള്ള റീസൺസ് ഒന്ന് നല്ല സ്പീഷീസ് റിച്ച്നെസ് വേണം. രണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ നമ്മുടെ വേറൊരു സ്ഥലത്തും കാണാത്ത സ്പീഷീസ് ഉള്ള സ്ഥലങ്ങളായിരിക്കണം. പിന്നെന്താണ്? എക്സ്റ്റിങ്ക്ട് ആയി പോകാൻ സാധ്യതയുള്ള പല ജീവികളും ഉണ്ട് എന്നുണ്ടെങ്കിലും അത് എന്ത് തന്നെയാണ്? ഒരു ഹോട്ട്സ്പോട്ട് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ ഹോട്ട്സ്പോട്ട് എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ആ വേർഡ് കൊണ്ടുവരുന്ന ആരാണ്? നോർമൻ മേയർ എന്നുള്ളതാണ് കേട്ടോ. നോർമൻ മേയർ ആണ് എന്ത് ചെയ്യുന്നത്? ഹോട്ട്സ്പോട്ട് എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ പറഞ്ഞ വേർഡ് കോയിൻ ചെയ്യുന്ന ആരാണ്? നോർമൻ മേയർ ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നോർമൻ മേയർ ആണ് ഈ സംഭവം വേർഡ് കോയിൻ ചെയ്യുന്നത്. ഈ ഹോട്ട്സ്പോട്ട്സിന്റെ ലിസ്റ്റ് കൊണ്ടുവന്ന നമ്മൾ പറഞ്ഞു ഇവിടെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ് ഈ പറഞ്ഞ കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് കൺസർവേഷൻ ഇന്റർനാഷണൽ. ഈ കൺസർവേഷൻ ഇന്റർനാഷണലിൽ കൊണ്ടുവന്ന സംഭവമാണ് എന്ത്? ഹോട്ട്സ്പോട്ട്സിന്റെ ലിസ്റ്റ്. മനസ്സിലായോ? കൺസർവേഷൻ ഇന്റർനാഷണൽ കൊണ്ടുവന്ന സംഭവമാണ് ഈ ഹോട്ട്സ്പോട്ട്സിന്റെ ലിസ്റ്റ്. ഹോട്ട്സ്പോട്ട് എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ നോർമൻ മേയർ. ഈ പറഞ്ഞ ഹോട്ട്സ്പോട്ടിലെ ലിസ്റ്റ് കൊണ്ടുവന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അത് കൺസർവേഷൻ ഇന്റർനാഷണൽ ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കേട്ടോ. ഇനി നോക്കിയിരിക്കുക, നമ്മുടെ കേരളത്തിലുള്ള ഹോട്ട്സ്പോട്ട്സ് പറയുമ്പോൾ 4 ഹോട്ട്സ്പോട്ട്സ്, ഇന്ത്യയിൽ 4 ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. ഒന്ന് പറയുമ്പോൾ ഹിമാലയ ആണ് കേട്ടോ. ഹിമാലയ അതൊരു ഹോട്ട്സ്പോട്ട് ആണ്. ഹിമാലയ ഒരു ഹോട്ട്സ്പോട്ട് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയാൻ നമ്മുടെ വെസ്റ്റേൺ ഗാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോട്ട്സ്പോട്ട് ആണ്. രണ്ടും ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് ഇൻഡോ ബർമ റീജിയൻ ആണ് കേട്ടോ. ഇൻഡോ ബർമ റീജിയൻ ആണ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിന്. പിന്നെ സുഡൻലാൻഡ് ആണ്. സുന്ദർബൻസ് അല്ല, സുഡൻലാൻഡ് ആണ് കേട്ടോ. സുഡൻലാൻഡ് ആണ് അടുത്ത ഹോട്ട്സ്പോട്ട്. എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞ് ഹിമാലയ ഒരു ഹോട്ട്സ്പോട്ട് ആണ്. പിന്നെന്താണ്?
ഇൻഡോ ബർമയുടെ സെക്ഷൻ ഒരു ഹോട്ട്സ്പോട്ട് ആണ്. സുഡൻലാൻഡ് ഒരു ഹോട്ട്സ്പോട്ട് ആണ്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സും ഒരു ഹോട്ട്സ്പോട്ട് ആണ്. ഇനിയും ഒരു UPSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് കേട്ടോ. ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് ഏതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ വെസ്റ്റേൺ ഗാർഡ്സ് കേട്ടോ. വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് ചോദിച്ചാൽ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ അല്ല, വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് എന്ന് ക്വസ്റ്റ്യൻ, അത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഹോട്ട്സ്പോട്ട് എന്നൊരു സംഭവം. ആരാണ് ഈ പറഞ്ഞ നോർമൻ മേയർ ആണ് ഹോട്ട്സ്പോട്ട് എന്നുള്ള വേർഡ് കോയിൻ ചെയ്തേ. ഹോട്ട്സ്പോട്ട് എന്നുള്ളൊരു ലിസ്റ്റ് കൊണ്ടുവരാൻ കാരണമായ ഓർഗനൈസേഷൻ ഏതാണ്? കൺസർവേഷൻ ഇന്റർനാഷണൽ ബൈ USA ആണ് ഈ പറഞ്ഞിട്ടുള്ള ഹോട്ട്സ്പോട്ട് എന്നുള്ളൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് കൊണ്ടുവരാൻ കാരണമായ ആരാണ്? നമ്മുടെ കൺസർവേഷൻ ഇന്റർനാഷണൽ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ്. ഇതൊന്നും നമുക്ക് കളഞ്ഞിട്ട് എടുത്തിട്ട് പോകാൻ ഒക്കില്ല കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നോക്കി 2-3 ഓർഗനൈസേഷൻസ് പേരും കൂടെ പറഞ്ഞിട്ട് തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇനി കൊണ്ടിട്ട് ബാക്കിയുണ്ട്, നോക്കണം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ നമ്മുടെ കൺസർവേഷൻ ഇന്റർനാഷണൽ തന്നെയാണ്, USA. ഈ നോക്കിക്കോളൂ, ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹെഡ് ക്വാർട്ടേർഡ് അറ്റ് സ്വിറ്റ്സർലൻഡ്. നമ്മൾ പറഞ്ഞു IUCN ഹെഡ് ക്വാർട്ടേഴ്സും സ്വിറ്റ്സർലൻഡിലാണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും എവിടെ തന്നെയാണ്? സ്വിറ്റ്സർലൻഡിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയുള്ളതാണ് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് എന്നൊരു സംഭവം ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് എന്നൊരു സംഭവം ഉണ്ട്. 37 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജസ് ഇന്ത്യയിലുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് 36 37ാമത്തെ ഒരാളെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗന്ധാമർദ്ദൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനെ 37ാമത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് എന്താണ് 37 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗന്ധാമർദ്ദനാണെന്ന് ഓർത്തിരിക്കുക. ഗന്ധാമർദ്ദനാണ് ഈ പറഞ്ഞിട്ടുള്ള 37 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് എന്ന് ഓർത്തിരിക്കുക. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തില് എന്താണ് ഒറ്റ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റേ ഉള്ളൂ. അതാണ് എന്ത്? ആശ്രാവം കണ്ടൽക്കാട് കേട്ടോ. ആശ്രാവം കണ്ടൽക്കാടാണ്, കൊല്ലത്തുള്ളതാണ്. ആശ്രാവം കണ്ടൽക്കാടാണ് കേരളത്തിലുള്ള ഒരേ ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യമെങ്കിലും അറിഞ്ഞിരിക്കുക. ഞാൻ ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി ഡേ എന്നാണ് 22 മെയ് കേട്ടോ. 22 മെയ് ആണ് ബയോഡൈവേഴ്സിറ്റി ഡേ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 2011 തൊട്ട് 2020 വരെ ആയിരുന്നു എന്താണ് ബയോഡൈവേഴ്സിറ്റി ഡെക്കേഡ് എന്നുള്ള സംഭവം. ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ 1992 റിയോയിൽ നടന്ന വേൾഡ് എർത്ത് സമ്മിറ്റ് ഉണ്ട് കേട്ടോ. 1992 റിയോയിൽ ഒരു വേൾഡ് എർത്ത് സമ്മിറ്റ് നടക്കുന്നുണ്ട്. ആ വേൾഡ് എർത്ത് സമ്മിറ്റിനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഒരു ഐഡിയ അവര് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ റിയോ എർത്ത് സമ്മിറ്റ് 1992 കേട്ടോ. അപ്പൊ അവിടെ വെച്ചിട്ടാണ് എന്താ സൈൻ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ റിയോയിൽ വെച്ച് നടന്ന 1992 എന്താണ് എർത്ത് സമ്മിറ്റിന്റെ ഐഡിയ. റിയോ എർത്ത് സമ്മിറ്റ് സെപ്പറേറ്റ് പഠിക്കണം. ഞാൻ പറഞ്ഞാണ് റിയോയിലുള്ള എർത്ത് സമ്മിറ്റിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഒരു ഐഡിയ കൊണ്ടുവരുന്നതും അത് അവര് സൈൻ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ 1992 ഈ സാധനം വരും. 1993 ഇത് അപ്രൂവ് ആവുന്നുണ്ട്. 1994 ഇന്ത്യ ഈ പറഞ്ഞതിനകത്ത് മെമ്പർ ആകുകയും ചെയ്യും. അപ്പൊ ആസ് ഓഫ് നൗ 196 മെമ്പേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ആ ഒരു ടീമിലുള്ളത്. 196 എന്ന് പറയുമ്പോൾ 195 യുണൈറ്റഡ് നേഷൻസിനകത്തുള്ള നേഷൻസും പിന്നെ ഇതുള്ളത് യൂറോപ്യൻ യൂണിയനുമാണ് കേട്ടോ. യൂറോപ്യൻ യൂണിയനുമാണ് ഇതിന്റെ കൂടെ ഉള്ളത്, തെറ്റിക്കരുത്. ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ള ആ ഒരു ടീമിനകത്ത് ഇല്ലാത്ത ആളാണ് അമേരിക്ക. കാര്യം അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അമേരിക്ക സൈൻ ചെയ്തിട്ടില്ല. പിന്നുള്ളത് വത്തിക്കാൻ സിറ്റിയാണ്. ഇവർ രണ്ടും ഇവിടെ ഇല്ല. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ള ആ ഒരു ബോഡിക്കകത്ത് ഇല്ല. ഞാൻ അത് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ, ഡേറ്റ് ഒക്കെ എഴുതിയിട്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സംഭവം ഇതിനകത്തുള്ളത്. നോക്കി ഒന്ന് പറയുമ്പോഴത്തേക്കും ഈ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കാം? ഞാൻ പറഞ്ഞു 1992 റിയോയിൽ വെച്ച് നടന്നിട്ടുള്ള എർത്ത് സമ്മിറ്റ് ഉണ്ട്. ഈ പറഞ്ഞ എർത്ത് സമ്മിറ്റിൽ വെച്ചിട്ടാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഒരു ഐഡിയ ഇവർ കൊണ്ടുവരുന്നതും അത് സൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പൊ എത്ര നമ്മൾ പറഞ്ഞു, ഇപ്പൊ 196 നേഷൻസ് സൈൻ ചെയ്തിട്ടുണ്ട്. 195 യുണൈറ്റഡ് നേഷൻസിന് അണ്ടറിലുള്ള നേഷൻസും യൂറോപ്യൻ യൂണിയനുമാണ്. അമേരിക്ക സൈൻ ചെയ്തില്ല, വത്തിക്കാൻ സിറ്റി ഇല്ല എന്ന് ആലോചിക്കുക കേട്ടോ. യുണൈറ്റഡിന്റെ അണ്ടറിലാണ് എന്ത് വന്നത് ഈ പറഞ്ഞിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി കൺവെൻഷനും. അതുപോലെ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ അണ്ടറിലാണ് നോക്കി. യുണൈറ്റഡിന്റെ
അണ്ടറിലാണ് എന്ത് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നോക്കിയാൽ ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ എയിം എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് പറയുമ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷൻ ആണ്. സെക്കൻഡ് വൺ എന്താണ് ബയോഡൈവേഴ്സിറ്റിയിലുള്ള നമ്മുടെ ഇവിടെ ഉള്ള സംഭവങ്ങളെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ജനറ്റിക് റിസോഴ്സസിനെ ഷെയർ ചെയ്യുക, അതിന് കിട്ടുന്ന റവന്യൂ ഷെയർ. കാര്യം എന്താണ് മനസ്സിലായോ ജനറ്റിക് റിസോഴ്സ് എന്താണെന്ന് മനസ്സിലായോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇതിനകത്ത് തന്നെ നമുക്ക് പല ജീൻ വേരിയേഷൻസ് ഒക്കെ നടത്തിയിട്ട് മെഡിക്കൽ ഫീൽഡിലും അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ നേച്ചറിലുള്ളതാണ്. അപ്പൊ ഈ ജനറ്റിക് റവന്യൂ കിട്ടി അത് ഷെയർ ചെയ്യുക, ജനറ്റിക് റിസോഴ്സിന്റെ റവന്യൂ ഷെയർ ചെയ്യുക എന്നുള്ളതും എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കൺവെൻഷന്റെ ഐഡിയ ആണ് നോക്കുക. എന്തൊക്കെയാണ് ഒന്ന് ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക, അത് ചെയ്യുക, സസ്റ്റൈനബിൾ ആയിട്ട് മാത്രം ഇതിനെ യൂസ് ചെയ്യുക, പിന്നെന്താണ് ജനറ്റിക് റിസോഴ്സസിന്റെ റവന്യൂ ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കൺവെൻഷന്റെ എയിംസ്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് സംഭവം എന്ന് ഓർത്തിരിക്കും. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഉള്ള നേഷൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അവർക്ക് ഇടയിൽ ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ ഷെയർ ചെയ്യാൻ ഒക്കും. ഇത് നോക്കിക്കോളൂ, ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞു കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്ത 2 പ്രോട്ടോകോൾസ് ആണ് നമ്മുടെ കാർട്ടജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും. എന്തൊക്കെയാണ്? കാർട്ടജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളുമാണ്. ഇതിന്റെ ഡേറ്റ് ഒന്ന് പഠിക്കണ്ട കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള 2003 കാർട്ടജീന പ്രോട്ടോകോള് നിലവിൽ വരുന്നത്. 2014 എന്ത് നമ്മുടെ നയോഗ പ്രോട്ടോകോള് നിലവിൽ വരുന്നത്. കാർട്ടജീന കൊളംബിയാണ് സ്ഥലം കേട്ടോ. കാർട്ടജീന കൊളംബിയാണ് സ്ഥലം. പക്ഷെ ഇതിനകത്ത് സംഭവം നടക്കുന്നത് മോൺട്രിയലിൽ തന്നെ വെച്ചിട്ടാണ്. ഇപ്പൊ കാർട്ടജീന പ്രോട്ടോകോളും ഉണ്ട്, നമ്മുടെ നഗോയ പ്രോട്ടോകോളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്കറിയാം ഇതിനകത്ത് രണ്ടിനകത്തും 2 എയിംസ് ആണ് ഉള്ളത്. ഈ കാർട്ടജീന പ്രോട്ടോകോളിനും നഗോയ പ്രോട്ടോകോളിനും ഡിഫറെന്റ് എയിംസ് ഉണ്ട്. അപ്പൊ നോക്കി ഈ കാർട്ടജീന പ്രോട്ടോകോളിന്റെ എയിം എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമുക്കറിയാം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് വരുന്ന ഓർഗാനിസംസ് ഉണ്ടല്ലോ, ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയും. ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിനെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും കൺട്രി ക്രിയേറ്റ് ചെയ്താൽ അത് ഈ പറഞ്ഞിട്ടുള്ള ബോഡിയിലെ എല്ലാരെയും അറിയിക്കണം എന്ന് പറയുന്നതാണ് ഈ കാർട്ടജീന പ്രോട്ടോകോൾ. ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം നമുക്കറിയാം ജനറ്റിക് മ്യൂട്ടേഷൻ ഒക്കെ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ജീവികളില്ലേ, അതാണ് ഈ ജനറ്റിക് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ. അപ്പൊ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിനെ ഏതെങ്കിലും നേഷൻ ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് പറയുന്നതാണ് കാർട്ടജീന. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഇത് പങ്കല്ലാത്തത് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, അതാണ് ഈ പറഞ്ഞിട്ടുള്ള കാർട്ടജീന പ്രോട്ടോകോൾ. ക്ലിയർ ആണല്ലോ അല്ലെ? ഇതിപ്പോ എന്ന് ഗെയിമിന്റെ ഫോഴ്സ് ഇത് എപ്പോ സൈൻ ചെയ്തൊക്കെ പറയുന്നാൽ എല്ലാം കൂടെ മിക്സ് ആയി. ഇപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക, ഇതാണ് കാർട്ടജീന പ്രോട്ടോകോൾ. എന്താ പറഞ്ഞത്? ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ ക്രിയേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഫുൾ ഷെയർ ചെയ്യണം പരസ്പരം എന്ന് പറയുന്നതാണ് കാർട്ടജീന പ്രോട്ടോകോൾ. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയാൽ നെക്സ്റ്റ് വൺ എന്താണ്? നഗോയ പ്രോട്ടോകോൾ ആണ്. അപ്പൊ നഗോയ പ്രോട്ടോകോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അവിടുന്ന് കിട്ടുന്ന റവന്യൂ എന്താണ് ഷെയർ ചെയ്യണം എന്ന് പറയുന്നതാണ് നഗോയ പ്രോട്ടോകോൾ. എന്തുകൊണ്ടാണ് മനസ്സിലാവില്ല, കാര്യം ലാസ്റ്റ് ഇവർ തമ്മിൽ കൂട്ടത്തല്ലാവും രാജ്യങ്ങൾ തമ്മിൽ. അതുകൊണ്ടാണ് ഇതിന് നേരത്തെ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അവർ വഴി എന്തെങ്കിലും റവന്യൂ കിട്ടിയാൽ അത് ഷെയർ ചെയ്യണം എന്ന് പറയുന്നതാണ് നമ്മുടെ നഗോയ പ്രോട്ടോകോൾ എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, തെറ്റിക്കരുതേ. ഈ പറഞ്ഞിട്ടുള്ള 10th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന സംഭവം ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടൊക്കെ പഠിക്കാൻ മനസ്സിലാവും. ഈ പറഞ്ഞ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 10ാമത്തെ മീറ്റിംഗിലാണ് ഈ പറഞ്ഞിട്ടുള്ള നഗോയ പ്രോട്ടോകോൾ ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 10ാമത്തെ കോൺഫറൻസിലാണ് നമ്മുടെ നഗോയ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നോക്കിയിരിക്കുക, ഇതേ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ AICHI ടാർഗറ്റ് എന്ന സംഭവം. AICHI എന്നാണ് AICHI ടാർഗറ്റ് എന്നൊരു സംഭവം. ഒന്നുമില്ല, ഒരു 20 ഗോൾസ് ആണ്. നമ്മൾ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട് 20 ഗോൾസ് ആണ്. ഗോള് മാത്രമാണ് കേട്ടോ. അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? AICHI ടാർഗറ്റ്. ഈ AICHI ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നഗോയ പ്രോട്ടോകോളിന്റെ സമയത്ത് ഇവർ അക്സെപ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് എന്ത്? നമ്മുടെ AICHI പ്രോട്ടോകോൾ എന്ന് ആലോചിച്ചിരിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി കൺവെൻഷന്റെ കേസിൽ അറിയുന്നത്. ഇനിയും 15ാമത്തെ കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി നടന്നത് മോൺട്രിയലാണ്, കാനഡയാണ് കേട്ടോ. മോൺട്രിയലിൽ വെച്ചിട്ടാണ് 15ാമത്തെ CBD നടന്നത്. ഇനി 16ാമത്തെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നടക്കാൻ പോകുന്നത് കൊളംബിയ കേട്ടോ. കൊളംബിയയിലാണ് നടക്കാൻ പോകുന്നത്. കൊളംബിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് സംഭവം. ഇനിയും ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ട. ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002 ആണ്. ഇതെന്ന് പറയുമ്പോൾ 5th ഫെബ്രുവരി 2003
ഇത് നിലവിൽ വരുന്നത് എന്താണ്? ബയോഡൈവേഴ്സിറ്റി 2002 എന്ന് പറയാം. ഈ ആക്ട് നിലവിൽ വരുന്നത് 6 ഫെബ്രുവരി 2003 ആലോചിക്കുക. ഈ ബയോഡൈവേഴ്സിറ്റി ആക്ടിന്റെ പ്രകാരം ഫോം ചെയ്ത 3 ബോഡീസ് ആണിത്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മ്യൂണിറ്റീസ് ഉള്ള സംഭവം. ഇതെന്ന് പറയുമ്പോൾ നാഷണൽ ലെവലിലുള്ള ബയോഡൈവേഴ്സിറ്റിയുടെ ഈ സംഭവം തന്നെയാണ്. പ്രൊട്ടക്ഷൻ, മെയിൻ്റനൻസ് ആൻഡ് എന്താണ് റവന്യൂ ഷെയറിംഗ് എന്നുള്ള സംഭവം തന്നെയാണ് ഈ പതിനകത്തുള്ളത്. ഓർത്തിരിക്കുക, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ നേഷൻ ലെവലിലുള്ള ഈ സംഭവങ്ങൾ ഫോളോ ചെയ്യാനുള്ള സംഭവമാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതത് സ്റ്റേറ്റ്സിനുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ കേസ് ആണെങ്കിൽ ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മ്യൂണിറ്റീസ് പറഞ്ഞാൽ എന്താണ്? ഇച്ചിരി കൂടെ താഴ്ന്ന ലെവലിൽ ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്നൊരു സംഭവം കേട്ടോ. ഞാൻ ഈ പറയുന്ന നോക്കി ഇതിനകത്തെല്ലാം ഇതിനൊക്കെ എന്തുണ്ട്? ഫസ്റ്റ് ചെയർമാൻ ആരാണ്, ഇപ്പോഴത്തെ ചെയർമാൻ ആണ്, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ. ആരാണ് ഫസ്റ്റ് ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് വേണേ നോക്കിക്കോളൂ. കാര്യം ഇനിയും അവരെയും ചോദിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ചെയർമാൻ്റെയൊക്കെ പേര് ഒക്കുന്നവർ നോക്കുക കേട്ടോ. കാര്യം എല്ലാവരുടെയും പേര് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബയോ ഡൈവേഴ്സിറ്റി എന്നുള്ള സംഭവം. തെറ്റിക്കത്താണ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള സാധനം. ഇതിനകത്ത് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻവയോൺമെന്റ് എന്നുള്ള സെക്ഷൻ അകത്തൊരു സെക്ഷനാണിത്. അത് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അകത്ത് 4 പാർട്ടിൽ ഒരു പാർട്ടിനകത്തുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി കേട്ടോ. അപ്പൊ ഇത് നോക്കാം, ഇത് നോക്കുക കേട്ടോ, വൃത്തിക്ക് പഠിക്കുക കേട്ടോ. കാര്യം ഇത് നമുക്കറിയാം UPSCക്ക് അതാണെങ്കിലും ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതൊക്കെ എടുത്തു വരുന്ന ടോപ്പിക്സ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുമാണ്. നമ്മൾ ആ പറഞ്ഞ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട് ഒന്ന് മറന്നു പോകാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ സെക്ഷൻ ഉള്ളത്. നമുക്കിനിയും ഞാൻ ഈ പറഞ്ഞ എന്തായാലും സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കാമേ. ഇനി നമുക്ക് MA ഒരു 4-5 പാർട്ട് വരും. ഞാൻ പറഞ്ഞത് കുറെ ആക്ടും കുറെ സബ്മിറ്റ് വരുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെന്റ് തന്നെ അകത്തുള്ളതാണ്. നമ്മുടെ വെറ്റ്ലാൻഡ് എന്നൊരു സെക്ഷൻ, റംസാർ സൈറ്റ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ അത് പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്.